അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇന്ത്യയിലെത്തിയ അതേ ദിവസങ്ങളിൽ തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് പാക് സൈന്യം ആക്രമണം നടത്തുന്നത്. തിരിച്ച് പാകിസ്ഥാൻ ബോർഡറുകളിലേക്ക് അഫ്ഗാനിസ്ഥാന്റെ പ്രത്യാക്രമണവും നടന്നു. ഇരുവിഭാഗത്തും ആൾനാശമുണ്ടായി, സൈനികർ കൊല്ലപ്പെട്ടു. അഫ്ഗാൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ 58 പാകിസ്ഥാൻ പട്ടാളക്കാരും 9 അഫ്ഗാൻ പട്ടാളക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാൻ പറയുന്നതാകട്ടെ 23 പാകിസ്ഥാൻ സൈനികരും അഫ്ഗാൻ സൈഡിലെ 200-ലേറെ പേരും കൊല്ലപ്പെട്ടെന്നാണ്. കൂടാതെ അഫ്ഗാനിൽ കൊല്ലപ്പെട്ടവരിൽ പട്ടാളക്കാരും തീവ്രവാദികളും ഉണ്ടെന്നും പാകിസ്ഥാൻ പറയുന്നു. ഏതായാലും 2021 അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലെത്തിയതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ സംഘർഷമാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായത്. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നിലയിൽ ഇന്ത്യ അഫ്ഗാന്റെ ആക്രമണത്തെ പിന്തുണയ്ക്കുകയും ഇതേ തിയറി വിശ്വസിച്ച് ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് ഐക്യത്തിലായിരുന്ന അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും തമ്മിൽ സംഘർഷത്തിലേക്ക് തള്ളിവിട്ട കാരണം എന്താണ്? ചരിത്രപരമായി അഫ്ഗാനും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നമുക്ക് പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇപ്പോൾ അഫ്ഗാനെതിരെ പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിടുന്നതിന്റെ കാരണം താലിബാൻ സർക്കാരിന് ഇന്ത്യയുമായുള്ള ബന്ധം തന്നെയാണെന്ന് കരുതാമെങ്കിലും ചരിത്രാതീതമായി തന്നെ തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്ന രാജ്യങ്ങൾ തന്നെയാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും. പേരുകൾ തമ്മിൽ സാമ്യമുണ്ടെങ്കിലും രണ്ടും ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെയാണെങ്കിലും മറ്റേതൊരു അതിർത്തി രാജ്യങ്ങൾ പോലെ അതിർത്തിയുടെ പേരിൽ ഈ രാജ്യങ്ങൾ തമ്മിലും തർക്കങ്ങളുണ്ട്. അഫ്ഗാനും പാകിസ്ഥാനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമായും 2 കാരണങ്ങളാലാണ്. ഒന്ന്, പരസ്പരം അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും മറ്റൊന്ന് ഡ്യൂറൻ ലൈൻ എന്ന അതിർത്തിയെ ചൊല്ലിയുള്ള തർക്കങ്ങളും. ഇതിൽ താലിബാൻ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ഈ തർക്കങ്ങൾക്ക് വീണ്ടും ശക്തി കൂടിയത്. താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലെത്തിയതിനു ശേഷം തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന തീവ്രവാദ സംഘടനയ്ക്ക് അഭയം നൽകുന്നു എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. പാകിസ്ഥാൻ അവരുടെ സുരക്ഷാ ഭീഷണിയായി കണക്കാക്കുന്ന സംഘടനയാണ് TTP എന്നറിയപ്പെടുന്ന ഈ സംഘടന. TTP അഫ്ഗാനിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്നു. അഫ്ഗാന്റെ നിയന്ത്രണത്തിലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ പരിശീലനങ്ങൾ നടത്തുന്നു. അവിടെ നിന്നും പാകിസ്ഥാനെതിരായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്നൊക്കെയാണ് പാകിസ്ഥാന്റെ ആരോപണങ്ങൾ. ഇതിനെതിരെ അഫ്ഗാൻ നടപടി എടുക്കുന്നില്ലെന്നും പാകിസ്ഥാൻ പറയുന്നുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായി തള്ളുകയാണ് അഫ്ഗാനിലെ താലിബാൻ സർക്കാർ. TTP പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നും തങ്ങൾ അവർക്ക് സംരക്ഷണം നൽകുകയോ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യുന്നില്ലെന്നും അഫ്ഗാൻ സർക്കാർ വാദിക്കുന്നു. TTPയുടെ പേരിലാണ് ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തിയത് എന്നാണ് പാക് വാദം. എന്നാൽ ഇതിന് കാരണമായി പാകിസ്ഥാൻ പറയുന്നത് TTPയുടെ കേന്ദ്രങ്ങൾക്കെതിരെയാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ്. അഫ്ഗാൻ ആകട്ടെ ഇത് തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായും കാണുന്നുണ്ട്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങളുടെ മറ്റൊരു കാരണം ഡ്യൂറൻ ലൈൻ എന്ന അതിർത്തി രേഖയാണ്. ഈ തർക്കത്തിന് ബ്രിട്ടീഷ് ഭരണത്തോളം പഴക്കവുമുണ്ട്. പാകിസ്ഥാന്റെ രൂപീകരണത്തിന് മുൻപ് 1893 ബ്രിട്ടീഷ് സർക്കാർ അഫ്ഗാനിസ്ഥാനെയും അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഇപ്പോഴത്തെ പാകിസ്ഥാനെയും വിഭജിച്ചുകൊണ്ട് ഒരു അതിർത്തി രേഖ വരച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള സ്വാധീന മേഖലകൾ വേർതിരിക്കുക എന്നതായിരുന്നു ഈ രേഖയുടെ ഉദ്ദേശം. അന്നത്തെ അഫ്ഗാൻ അമീറായിരുന്ന അബ്ദുൾ റഹ്മാൻ ഖാൻ ഈ രേഖ അംഗീകരിച്ചിരുന്നെങ്കിലും പിന്നീട് അധികാരത്തിലെത്തിയ അഫ്ഗാൻ സർക്കാരുകളൊന്നും 2570 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ അതിർത്തി രേഖ അംഗീകരിച്ചില്ല. ഇപ്പോഴുള്ള താലിബാൻ സർക്കാരും ഈ രേഖ അംഗീകരിക്കുന്നില്ല. കൊളോണിയൽ ശക്തികൾ ഉണ്ടാക്കിയ ഈ രേഖ തങ്ങളുടെ ജനതയെ തമ്മിൽ വേർതിരിക്കുന്ന ഒന്നാണെന്ന് എല്ലാ കാലത്തും അഫ്ഗാൻ സർക്കാരുകൾ വാദിക്കുന്നുണ്ട്. ഡ്യൂറൻ രേഖ ഒരു അന്താരാഷ്ട്ര അതിർത്തി അല്ലെന്നും സ്വതന്ത്ര അഫ്ഗാനിലെ ഒരു സർക്കാരും നിയമപരമായി ഈ രേഖ അംഗീകരിച്ചിട്ടില്ലെന്നും താലിബാൻ സർക്കാർ പറയുന്നു. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമായി നിലകൊള്ളുന്ന പശ്തൂൺ വിഭാഗത്തിലുള്ള ജനങ്ങളെ വിഭജിച്ചുകൊണ്ടാണ് ഈ രേഖ കടന്നു പോകുന്നത്. പരസ്പരം രേഖകൾക്കും അതിർത്തികൾക്കും അപ്പുറത്താണെങ്കിലും പശ്തൂണുകൾ ഐക്യത്തോടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരു വേള ഇന്ത്യയിൽ ഖലിസ്ഥാൻ പ്രസ്ഥാനം ശക്തിപ്പെട്ടതുപോലെ പശ്തൂണുകൾ ഐക്യപ്പെട്ട് ഒരു സ്വതന്ത്ര പശ്തൂണിസ്ഥാൻ എന്ന ആശയത്തിനും ഈ രേഖ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രേഖ അംഗീകരിക്കുക എന്നാൽ തങ്ങളുടെ രാജ്യം ഒരു വിഭജനത്തിലേക്ക് പോകുമെന്നും അത് പാകിസ്ഥാന് ഗുണകരമാകുമെന്നും അഫ്ഗാൻ ഭയപ്പെടുന്നുണ്ട്. ഈ ആശയത്തെ പാകിസ്ഥാനും ഭയപ്പെടുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. അഫ്ഗാനിസ്ഥാൻ ഈ അതിർത്തി അംഗീകരിക്കാതിരിക്കാനുള്ള മറ്റൊരു കാരണം അതിർത്തി രേഖ കടന്നു പോകുന്ന പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ്. ചെറിയ കുന്നുകളും ഇറക്കങ്ങളുമുള്ള ഈ പ്രദേശം വഴി തീവ്രവാദികൾക്ക് സുരക്ഷിതമായി അഫ്ഗാനിലേക്ക് കടന്നു കയറാൻ സാധിക്കുമെന്നാണ് അഫ്ഗാൻ പറയുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ പലപ്പോഴും ഈ വഴി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഡ്യൂറൻ ലൈനിനെ കുറിച്ച് ഇതേ ആശങ്ക പാകിസ്ഥാനുമുണ്ട്. TTP പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ഡ്യൂറൻ രേഖ കടന്നു പോകുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് പാകിസ്ഥാനിലേക്ക് കടക്കുന്നുണ്ടെന്നും ആക്രമണങ്ങൾ നടത്തുമെന്നും പാകിസ്ഥാൻ ആശങ്കപ്പെടുന്നുണ്ട്. ഈ കടന്നുകയറ്റം തടയാനായി ഡ്യൂറൻ രേഖയിൽ വേലികൾ സ്ഥാപിക്കാനായി പലപ്പോഴും പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു. ഇതാകട്ടെ അതിർത്തിയിലെ സംഘർഷങ്ങൾക്കാണ് വഴിവെച്ചത്.
നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അഫ്ഗാൻ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്ക് പിന്നിൽ ചരിത്രപരമായ ഈ കാരണങ്ങളാണെന്ന് ഉറപ്പിക്കാവുന്ന റിപ്പോർട്ടുകളോ വെളിപ്പെടുത്തലുകളോ ഉണ്ടായിട്ടില്ല എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുതയ്ക്ക് പിന്നിൽ ഈ കാരണങ്ങളൊക്കെയുണ്ടെന്ന് ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്.